ഈ പുഴയും കടന്നിലണമെങ്കിൽ യമുനയെ കാണാനില്ല. യമുനയെ കാവേരിയും പിന്നെ ഗംഗയും അന്വേഷിച്ച് നടക്കുന്നത് കാണാം. ആദ്യം തന്നെ അധിക നേരം കാണാതെ ആകുമ്പോൾ ആദ്യം പോകുന്നത് യമുനയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് നമ്മുടെ ഗംഗയും കാവേരിയും തിരിച്ചറിയുന്നുണ്ട്. അതായത് ഉച്ചയ്ക്കാണ് യമുന അവിടെ നിന്ന് പോയത് എന്ന് പറയുന്നു. ആരുടെ കൂടെയാണ് പോകുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആകെ ടെൻഷനാവുന്നുണ്ട് എന്ന് കാണാം. കൂടാതെ കാവേരിയും ഗംഗയും ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യമുനയാണ് വിശാലിൻ്റെ കൂടെ പോകുന്നത് എന്ന് കാണാം. വിശാൽ ഒരു ചതിയനാണ് എന്ന് യമുന മനസ്സിലാക്കുന്നില്ല. പക്ഷേ വിശാലാണെങ്കിലോ സ്വത്തിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചു തരാം, തെളിവൊക്കെ മേടിച്ചു തരാമെന്ന് പറയുമ്പോൾ യമുന അത് വിശാലിനെ വിശ്വസിച്ച് പിന്നാലെ പോകുമ്പോൾ വിശാൽ ഇത്തരമൊരു ചതിയനാണെന്നുള്ള കാര്യം നമ്മുടെ യമുന ഓർക്കുന്നില്ല, മറന്നു പോകുന്നു എന്ന് കാണാൻ കഴിയും. ഇതേ സമയം അവിടെ എത്തിയിട്ടും നമ്മുടെ യമുനയെ വിടാൻ ഒരു ഉദ്ദേശവുമില്ല വിശാലിന്. വിശാലാണെങ്കിൽ കള്ളത്തിനു മേലെ ഓരോ കള്ളം പറഞ്ഞ് പിടിച്ചിരുത്തുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ രാത്രിയാകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വിശാൽ എവിടെയാണ്? യമുനയുടെ കൂട്ടുകാരനാണല്ലോ. അതുകൊണ്ട് തന്നെ വിശാൽ എവിടെയാണെന്നറിയാനായിട്ട് ജയപാലൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വിശാലിനെ ഒന്ന് കണ്ടെത്തണം. അതിനുശേഷം അവനോട് യമുന എവിടെയാണെന്നൊന്ന് ചോദിക്കണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ കാവേരിക്കും ഗംഗയ്ക്കുമുണ്ട്. ഇതേ സമയം ജയപാലനാണ് വാതിൽ തുറക്കുന്നത് കേട്ടോ. വിശാലില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിശാലൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നു. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ ഇത്രയും നെളിപ്പോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അതെ സാറേ, മര്യാദയ്ക്കാണെങ്കിലും മര്യാദ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിയിട്ട് പറയേണ്ടി വരും എന്ന് പറയുന്നു. എന്തായാലും സത്യം പറയാതെ നിങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. മര്യാദ കാണിച്ചാൽ മേല് നോവില്ല എന്ന് നമ്മുടെ വിനീത് പറയുന്നു. അല്ലെങ്കിൽ മേല് നോവുകയും ചെയ്യും, വിശാലിനെ പിടിച്ച് പുറത്തിറക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇതേ സമയം എന്താടാ നീ പറഞ്ഞത്? നീ എന്നെ തല്ലുമെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ തല്ലുമെന്നല്ല, തല്ലിയിരിക്കും എന്നാ പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ വിനീതും ജയപാലനും തമ്മിൽ ഒരു പിടിവലിയുണ്ടാകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ്